ഹലോ നമസ്കാരം എല്ലാവർക്കും. മാർക്കറ്റ് ഇന്നലത്തെ വലിയൊരു രീതിയിലുള്ള ക്രാഷിന് ശേഷം ഇന്നൊരു റിക്കവറി സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ഈ റിക്കവറി എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ടാകും നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കില്ല. നിഫ്റ്റി 23,727 ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഡേ ഹൈ വരുന്ന 23,796, ഏകദേശം 23,800 വരെ ഇന്ന് രാവിലെ വരികയുണ്ടായി. 2-3 കാര്യങ്ങളാണ് ഇതിനുള്ളത്. അതിലൊന്ന്, പുതിയ കേസുകളൊന്നും തന്നെ വലിയ സീരിയസ് ആയിട്ട് ഇന്ത്യയിലെ HMPV വൈറസ് ഡിറ്റക്ട് ചെയ്തിട്ടില്ല എന്നുള്ളത് മാർക്കറ്റിൽ കോൺഫിഡൻസ് നൽകുന്നു. അതായത് ഇന്നലെ വിറ്റിരിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു വൈറസിൻ്റെ പേരിൽ പാനിക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിട്ട് ആശ്വാസം നൽകുന്ന വാർത്തയാണ് അതൊന്ന്. 2, FISന്റെ ഭാഗത്തുനിന്ന് ഇന്നലത്തെ ആ ഒരു ഫോളിന് ശേഷം വലിയൊരു സെല്ലിംഗ് ഫിഗർ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും വന്നിട്ടില്ല. ഒരു 4,000 കോടി രൂപയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 4,000 കോടി രൂപ എന്ന് പറയുന്നത് നമുക്കൊരു മാനേജബിൾ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ DIIs അതുപോലെ അതിനെ ഇരട്ടിയിലേറെ വാങ്ങി എന്നുള്ളതാണ് നമുക്കൊരു കാര്യമുള്ളത്. അതുപോലെ തന്നെ US മാർക്കറ്റും അധിക രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. US മാർക്കറ്റിലും വലിയ രീതിയിലുള്ള ക്രാഷും ഇതിൻ്റെ മുകളിലൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇന്നലത്തോടുകൂടി ആ ഒരു പാനിക് സെല്ലിങ്ങിൻ്റെ ഒരു ഗാഢത കഴിഞ്ഞു എന്ന് വേണം പറയാൻ. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്നൊരു ക്വയറ്റ്. ഇന്നലെ നമ്മളന്നത്തെ വീക്ക്ലി വീഡിയോ ഇന്നലെ രാവിലത്തെ ഓഡിയോ ബ്രോഡ്കാസ്റ്റിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓവർസോൾഡ് ആണ് മാർക്കറ്റ്, അപ്പോൾ ഒരു റിക്കവറിക്കുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത്. പക്ഷേ ഈ റിക്കവറി സ്ട്രോങ് ആവണമെങ്കിൽ, സ്ട്രോങ് ഇൻ ദ സെൻസ് കുറച്ചുകൂടി സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് മാർക്കറ്റിന് ഏകദേശം 23,550-നും 23,600-നും ഇടയിലാണ് ഒരു മാക്സിമം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഉള്ളത്. ഇത് ബ്രേക്ക് ചെയ്യില്ല എന്ന് തന്നെ വിചാരിക്കും. 23,550-ന് താഴെയുള്ള ഒരു ക്ലോസിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും ചെറിയൊരു നെഗറ്റിവിറ്റി കാണിച്ചേക്കാം. അതേസമയം അപ്സൈഡിൽ 23,800-നും 850-നുമാണ് പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് സോൺ ആയിട്ടുള്ളത്. 23,850-ന് മുകളിൽ ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു നല്ല സിഗ്നലായിട്ട് നമുക്കെടുക്കാം. ഒരു ഹയർ സൈഡിലേക്ക് പോകും പെട്ടെന്നുള്ളതെന്നല്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ഇന്നത്തെ മാർക്കറ്റ് ഒരു ക്ലോസിംഗ് ബേസിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് നൽകിയെന്ന് വിചാരിക്കാം. സോ ഇന്നത്തെ ട്രേഡറെ സംബന്ധിച്ചിട്ട് 23,550 ടു 23,600 ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ടും 23,800-850 വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് സോണായിട്ടും ആക്ട് ചെയ്യുന്നു. 23,800-800-ന് മുകളിലോ അല്ലെങ്കിൽ 850-ന് മുകളിലോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് മാർക്കറ്റിനെ സ്ട്രോങ് ആയിട്ട് തന്നെ നയിക്കും. അതുപോലെ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകളൊക്കെ തന്നെ നമുക്ക് ഇന്നും ബയോകോൺ ഇന്ന് വളരെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യുന്നു. നമ്മുടെ ദിവാലി പിക്കായിരുന്നു. ദിവാലി പിക്ക് ഏകദേശം 310 റേഞ്ചിലാണ് ഞാൻ നമ്മുടെ സ്വിംഗ് സ്കിങ്ങിൽ കൊടുത്തിരുന്നത്. ഏകദേശം 386-ന് മുകളിൽ പോയിട്ടുണ്ട്. വളരെ നല്ല 25% അടുത്ത് റിട്ടേൺ ഏകദേശം 2 മാസം കൊണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ നല്ല നല്ല പിക്സുകൾ നമ്മളിന്ന് വരാൻ സാധിച്ചു. താല്പര്യമുള്ളെങ്കിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.